ഹായ് മക്കളുമാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിശ്ശേരിയാണ്. അതിനു വേണ്ടി ഞാൻ തൈര് മിക്സിയുടെ ജാറിലെടുത്ത് അടിച്ചു വെച്ചിരിക്കുകയാണ്. കലത്തിലൊഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ട ചേരുവകയെന്ന് പറയുന്നത് ഒരു 2 മുളക്, പച്ചമുളകും 1.5 പിടി തേങ്ങയും 1.5 പിടി തേങ്ങയും ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചുമന്നുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് ഉലുവാപ്പൊടി, അര ടീസ്പൂണ് ജീരകപ്പൊടി. എന്നിട്ട് നമ്മൾ തൈര് മിക്സിയിൽ അടിച്ചില്ലേ, ആ ജാർ സ്വല്പം വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടെ അതിനകത്ത് ഒഴിക്കണം. എന്നിട്ട് മിക്സിയിൽ അടിച്ച് വയ്ക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടണം, നമ്മുടെ മോര് കറിക്ക് പാകത്തിനുള്ള ഉപ്പ്. അതിനുശേഷം ചട്ടി നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ മോര് അടിച്ച്, അതിൻ്റെ കൂടെ ഈ അരപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ കലക്കിയതിന് ശേഷം അതിന് ഗ്യാസ് കത്തിച്ച് ചട്ടിയല്ല കലം അടപ്പേ വെക്കണം. എന്നിട്ട് കലം അടപ്പേ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു കുറച്ചധികത്തിൽ കറിവേപ്പില പിച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് ചൂടാക്കണം, തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടാകണം. ചൂടായതിന് ശേഷം ഇതിനെ അടച്ച് വാങ്ങി വെച്ചിട്ട് ചീനിച്ചട്ടി അടപ്പ് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് നന്നായിട്ട് മൂപ്പിക്കണേ. ഇത് മൂക്കുമ്പം തന്നെ നല്ല മണം വരും. ഇതാണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഫ്ലേവറിനെ തരുന്നത്. നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ലേ ആ മോര് കറിയിലോട്ട് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് ഒരു അടപ്പെടുത്ത് അതിനെ അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ മോര് കറി, പുളിശ്ശേരി, മോര് കറി എന്നും പറയും, അത് റെഡി. നല്ല ടേസ്റ്റാണ്. ഇരിക്കും തോറുമാണ് പുളിശ്ശേരിക്ക് ടേസ്റ്റ് വരുന്നത്. അടിപൊളി.